ഹലോ എക്സാമിനർ ക്ലാസ് 8 ഫാമിലി. കേരളത്തിലെ നമ്പർ 1 ഫാക്കൽറ്റീസ് ആണ് നിങ്ങളെ ഓരോ സബ്ജക്റ്റും പഠിപ്പിച്ചു തരുന്നത് അല്ലേ? അതിൽ യാതൊരു സംശയമില്ലല്ലോ. അപ്പൊ എക്സാമിനറിലെ നമ്മുടെ ഈ ഒരു ഫാക്കൽറ്റീസിന് അവരുടേതല്ലാത്ത സബ്ജക്റ്റിൽ എത്രത്തോളം അറിവുണ്ട്, പ്രാഗൽഭ്യമുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ഓക്കെ, അപ്പൊ അവരുടേതല്ലാത്ത സബ്ജക്റ്റിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ എന്ത് ചെയ്യും, ചോദിക്കും. അങ്ങനെ ഉത്തരം ശരിയാക്കിയാൽ ഓക്കെ, നമ്മൾ ഹാപ്പി, അവർ ഹാപ്പി. ഉത്തരം തെറ്റിച്ചാൽ ചെറിയ ടാസ്കുകളൊക്കെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് ഒരു വൈബാക്കാം അല്ലേ? ഓക്കെ, അപ്പൊ ആദ്യം ആരോട് ചോദിക്കാം, നമുക്ക് നോക്കിയാലോ? യെസ്, കം ഓൺ, ഫോളോ മീ. നിക്ക്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഏരിയ കിട്ടിയിട്ടുണ്ട്. അതുല്യ മിസ്. ഓക്കെ, കെമിസ്ട്രിയിൽ പുക്കുലിയാണെന്ന് അറിയാം. മറ്റു സബ്ജക്റ്റിൽ എങ്ങനെയാണ്? പിന്നെ ഓക്കെ, ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറഞ്ഞാൽ അടിപൊളി, എല്ലാവരും കൈയടിക്കും. ഓക്കെ, പറഞ്ഞില്ലെങ്കിൽ ചെറിയൊരു ടാസ്ക് തരും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ടാസ്കാ. ഇംഗ്ലീഷും ഹിന്ദിയും ചോദിക്കരുത്. അങ്ങനെ ഇപ്പൊ ചോദിച്ചാൽ ഇത് ഗുരുജി ഓപ്ഷൻസ് ആകെ 2-3 ഉള്ളൂ. ഞാനൊരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ്. ഓക്കെ, ചോദ്യം ഇതാണ്. വിച്ച് ഫ്രേസൽ വെർബ് മീൻസ് ടു സ്റ്റാർട്ട് എ ജേർണി? സെറ്റപ്പ്. ഉറപ്പിച്ചോ? വേണമെങ്കിൽ ഓപ്ഷൻസ് വേണോ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ആവേശം നല്ലതല്ല. ഓക്കെ, ചെറുതായിട്ട് നോക്കൂ. പുട്ട് ഓഫ് സെറ്റ് ഓഫ് സെറ്റ് ഓഫ് ആണ് കേട്ടോ. പിന്നെ പുട്ട് ഓണ്, പിന്നെ സെറ്റ് ഓണോ? ഏതാ കറക്റ്റ്? ഏതാ? ടു സ്റ്റാർട്ട് എ ജേർണി എന്നാണ്. പുട്ട് ഓഫ്, സെറ്റ് ഓഫ്, സെറ്റ് ഓഫ്. ഉറപ്പിച്ച് ഇനി മാറ്റാൻ പറ്റില്ല. ഓഫാണ്, സെറ്റ് ഓഫാണ്. ഓഫ് ആവുമ്പോ സ്റ്റാർട്ട് ജേർണി ആണോ അതോ എൻഡ് ജേർണി ആണോ? സെറ്റ് ഓഫ്. ഉറപ്പിച്ച്. ബുദ്ധിമതി തന്നെ, കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം നമ്മുടെ അതുല്യ മിസ് അടിപൊളിയായി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതേപോലെ എല്ലാ ചോദ്യങ്ങളും കിട്ടുമോ എന്നുള്ളത് നമുക്കൊന്ന് അറിയണ്ടേ? നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. അപ്പൊ മക്കളെ, നമ്മുടെ ഫാക്കൽറ്റിയിൽ ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ അനഗാമിസിനോട് എന്ത് ചെയ്യാം, ചോദിച്ചു നോക്കാം. അപ്പൊ അനഗാമിസോട് വെറുതെ ഇരിക്കുന്നത്. അനഗാമിസ്, ഫിസിക്സിലെ ആള് പുലിയാണെന്ന് അറിയാം. നമുക്ക് മറ്റു സബ്ജക്റ്റ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഓക്കെ, ബയോളജി എന്നൊരു ചോദ്യം ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യണം, അതിന് കറക്റ്റ് ആയിട്ട് ആൻസർ പറയാം. ഓക്കെ, ബയോളജി നിസ്സാരല്ലേ അല്ലേ? ഇതൊക്കെ ഈസി, നിസ്സാരം. അപ്പോ ഓപ്ഷൻസ് ഒക്കെ തരാം, ടെൻഷൻ അടിക്കണ്ട. കറക്റ്റ് ആൻസർ പറഞ്ഞാൽ കമന്റ് സെക്ഷനിൽ എല്ലാവരും കൈയടിക്കൂലേ? എല്ലാവരും കൈയടിക്കും. ഉത്തരം ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയാൽ ചെറിയൊരു ടാസ്ക് തരും, അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ടാസ്കാണ്. അപ്പൊ ചോദ്യം ഇതാണ്. വിച്ച് സെൽ ഓർഗനൽ ഈസ് നോൺ ആസ് പവർ ഓഫ് എ സെൽ? അതായത് ഏത് കോശാംഗമാണ് കോശത്തിന്റെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത്? മൈറ്റോകോൺട്രിയ. ഓപ്ഷൻസ് വേണ്ടേ? ഓപ്ഷൻസ്: ഗോൾഗി കോംപ്ലക്സ്, റൈബോസോം, ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ. ഏതാ? പെട്ടെന്ന് പറഞ്ഞു, കൗണ്ട് തരാം. ഓക്കെ, 5 വരെ എന്നിട്ടോ. ഓക്കെ, 5, 4, 3, 2. ഉറപ്പിച്ചു. ന്യൂക്ലിയസ് അല്ലേ? ഓക്കെ, ഇപ്പൊ മൈറ്റോകോൺട്രിയ കറക്റ്റ് ആൻസർ ആണ്. ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ ഓപ്ഷൻ കൊടുത്തൊന്ന് പതറിപ്പോയി, പക്ഷേ ആള് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അപ്പൊ അനഘ മിസ്, കൺഗ്രാജുലേഷൻസ്. നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. റെഡി? ദിൽഷ മിസ്, എന്തോ കാര്യമായിട്ട് എന്തോ പണിയിലാണ്ടോ? അപ്പൊ അതേപോലെ ഒരു ചോദ്യം, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഇത്തവണ ഹിന്ദിയിലാണ് ചോദ്യം. ഓക്കെ, മക്കൾക്ക് എല്ലാവർക്കും അറിയും. ഹിന്ദി മാലു, അങ്ങനെ ഇതിന് ഉത്തരം എന്തായാലും പറയും. ഓക്കെ, കുറച്ച് സർവനാമങ്ങളുണ്ട് ഹിന്ദിയിൽ, മേം, തൂ, തും, ഹം എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, പരീക്ഷയ്ക്ക് എന്തായാലും ഇവർക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോ ഈ ഉനയം എന്ന് പറയുന്ന ഒരു പർസർഗയുക്ത സർവനാമുണ്ട്, ഉനയം. അതിലുള്ള സർവനാമം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് തരാം. ഓക്കെ, ഉനയം എന്നാണ് ചോദ്യം. അതിലുള്ള സർവനാമം യഹ്, വഹ്, യേ, വേ. ഏതായിരിക്കും? ഉനയം. യഹ്, വഹ്, യേ, വേ. ഏതാണ് കറക്റ്റ്? പറയട്ടെ, വാഹ്. കൺഗ്രാജുലേഷൻസ്. അപ്പൊ നമുക്ക് അടുത്ത ടാസ്ക് കിട്ടി മക്കളെ. അപ്പൊ കറക്റ്റ് ആൻസർ വേ ആണ്. ഓക്കെ, അപ്പൊ മിസ്സിനോട് തരാൻ പോകുന്ന ടാസ്ക് എന്ന് പറയുന്നത് കുറച്ച് പേപ്പർ ഗ്ലാസുകൾ ഒന്ന് അടുക്കി വെക്കണം. സിമ്പിളാണ്, പക്ഷെ അടുക്കി വെക്കുന്ന കൂട്ടത്തില് ചെറിയൊരു എന്താ പറയാ, ഒരു ടങ് ട്വിസ്റ്റർ. ഒരു ടങ് ട്വിസ്റ്റർ. ഓക്കെ, ചെറിയൊരു ടങ് ട്വിസ്റ്റർ. ഓക്കെ, അതായത് ഇതാണ്: 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. ഓക്കെ, സെറ്റ് അല്ലേ? ഇത് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, ആ പിരമിഡ് പോലെ ആ ഗ്ലാസ് ഒന്ന് അറേഞ്ച് ചെയ്യണം. ഓക്കെ, റെഡി? അപ്പൊ നമുക്ക്
ഓക്കെ Okay. റെഡി വേഗം പറയണ്ടേ? സെറ്റ് ഓക്കെ. 10 തത്ത ചത്തു, ചത്തു തത്ത പച്ച, 10 തത്ത നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്ത് 10 തത്ത ചത്തു, ചത്തു തത്ത പച്ച, തത്തയോട്ടോ ചത്ത് മാറിപ്പോയത്. 10 തത്ത ചത്തു, 10 തത്ത ചത്തു, ചത്തു തത്ത പച്ച, 10 തത്ത ചത്തു, ചത്തു തത്ത പച്ച, 10 തത്ത ചത്തു. ഇത് ശരിയായോ? ഇത് ശരിയായോ മക്കളെ? നിങ്ങൾ പറയട്ടോ. ദിൽഷാ മിസ് അടിപൊളിയായിട്ട് ചെയ്തു. ഓക്കെ, പിരമിഡ് ഓക്കെ ആയിട്ടുണ്ട്. ഇതേപോലെ പറഞ്ഞ കാര്യം ഇത് രണ്ടും ഒരുമിച്ച് ചെയ്തു എന്നുള്ളത് താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോ നല്ലൊരു ട്രൈ ആയിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. അപ്പൊ മക്കളെ, നമ്മുടെ ATR മിസ്സിനെ എവിടെയും കണ്ടില്ലല്ലോ. ATR മിസ് എവിടെയാന്നുള്ളത് നോക്കാം. കമോ. ATR മിസ് ഇവിടെ അവിടെ ഉണ്ട്. ATR മിസ്, ചെറിയൊരു ചോദ്യം ചോദിച്ചാൽ പെട്ടെന്ന് ആൻസർ പറയാം. സിമ്പിൾ ആയിട്ടുള്ള ചെറിയ തെറ്റൊന്നുമില്ല, ഒരു ചെറിയൊരു ടാസ്ക് കൊടുക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ ചോദ്യം. അപ്പൊ ബേസിക് സയൻസിൽ ATR മിസ് പുലിയാണെന്നുള്ള എല്ലാവർക്കും അറിയില്ല. ATR മിസ്സിന്റെ ഫാൻസ് ഒക്കെ എല്ലാവരും താഴെ കമന്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പോ ചോദ്യം ചെറുതായിട്ട് ഫിസിക്സ് എന്നാണ്. കുഴപ്പമുണ്ടോ? ഓക്കെ, അപ്പൊ ഫിസിക്സ് ചോദ്യം തരും, ഓപ്ഷൻസ് ഒക്കെ തരാം. ഒറ്റയാനെ കണ്ടുപിടിക്കുക, അതായത് ഫൈൻഡ് ദി ഓഡ് വൺ. വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ്, ബയോളജി അതായതുകൊണ്ട് ചെറിയൊരു ഇതുണ്ടാവും. ഓക്കെ, അപ്പൊ ഏതായാലും വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ്, ആക്സിലറേഷൻ, ഇതിൽ ഏതാണ് ഓഡ് വൺ? നമ്മൾ പൂവും കായൊക്കെ പഠിക്കുന്നത് ഇതിൽ വെലോസിറ്റി ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്, ആക്സിലറേഷൻ ഉണ്ട്. സിമ്പിൾ അല്ലേ? പേരൊക്കെ വെച്ച് നോക്കുമ്പോൾ മണിക്കൂട്ടി ഓടിക്കൊണ്ടിരിക്കില്ലേ? അതെ അതെ അതെ, പെട്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ. ఎంత കൃത്യമായിട്ട് തെറ്റ് തരത്തിന് ലോക്ക് ചെയ്യാൻ ATR മിസ്സിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഉത്തരം തെറ്റാണ്. നമുക്ക് ആൻസർ വരുന്ന ഡിസ്റ്റൻസ് ആണ്, കാരണം അത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, ബാക്കിയുള്ളതെല്ലാം വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, യെസ്. അപ്പൊ ടാസ്ക് കൊടുക്കണ്ടേ? ഓക്കെ, അപ്പൊ ATR മിസ്സിന് ചെറിയൊരു ടാസ്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഒന്ന് ഓടിയാ മതി, ഒരു 10 മീറ്റർ ഓടിയാ മതി. ഞാൻ പണ്ടേ പോയില്ല. എന്നാ ചുമ്മാ അങ്ങനെ ഓടിയാ പോരാ. ചെറിയൊരു പണിയുണ്ട്, ഒരു ടിസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ ഓടുമ്പോ വലത്തെ കൈ മുന്നോട്ട് പോകുമ്പോ ഇടത്തെ കാലം മുന്നോട്ട് പോവാം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാ ഈ ഓട്ടത്തിൽ അത് പറ്റില്ല. നമ്മൾ വലത്തെ കൈ മുന്നോട്ട് പോകുമ്പോ വലത്തെ കാലും മുന്നോട്ട് പോവാം. ഇടത്തെ അങ്ങനെ ഒന്ന് 10 മീറ്റർ ജസ്റ്റ് ഒന്ന് ഓടിയാൽ മതി. റെഡിയാണോ? ചലഞ്ച് അക്സെപ്റ്റഡ്. യെസ്. അപ്പൊ ATR മിസ് ഓടാൻ പോവാൻ മക്കളെ, ഓടാൻ പോവാൻ. ഓക്കെ, റെഡി. അടയാളപ്പെടുത്തുക കാലമേ, ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ രാജാവ് എഴുന്നള്ളുന്നു. ലയണൽ മെസ്സി, അർജന്റീന. അടിപൊളി ഓട്ടോ. ഇതാണ് എന്ത് ചാലഞ്ച് ഇവിടെ സെറ്റാണ്, ഒന്നും നോക്കാനില്ല. ഒരു കാര്യം ചെയ്യൂ, എല്ലാ ദിവസവും രാവിലെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി, പൊളിക്കും, ആരോഗ്യത്തിന് നല്ലതാണ്. ഓക്കെ, അപ്പൊ ഒരു ദിവസം കലക്കിയിട്ടുണ്ട്. ഒരാളിത് ബാക്കിലുണ്ട്, പോവാനായിട്ട് നിൽക്കാൻ തോന്നുന്നു വീട്ടിൽ. മരിയമിസ് ഒരു പണി കൊടുത്തു. അപ്പൊ മരിയാമിസ് അവിടെ ഒളിച്ചിട്ടുണ്ട്, വീട്ടിൽ പോവാൻ നോക്കും. കമ യെസ്, മരിയാമിസ് ഇവിടെ കമാണ്. അപ്പൊ സോഷ്യലെ കിങ് അല്ല, ക്വീൻ ആണ് അല്ലെ? സോഷ്യലെ ക്വീൻ ആണ്. ആ സോഷ്യലെ ക്വീനോട് മാത്സിൽ ഒരു ചെറിയ ചോദ്യം ചോദിക്കും. ഓക്കെ ആണോ? ഓക്കെ അല്ലാതുള്ള ചോദ്യമല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. മക്കളെല്ലാവരും എന്ത് ചെയ്യും? കമന്റ് ബോക്സിൽ കൈയടിക്കും. തെറ്റിപ്പോയ ചെറിയൊരു ടാസ്ക്. ഓക്കെ, നമുക്ക് ചോദ്യം ഇതാണ്. ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 26. അതായത് രണ്ട് സംഖ്യകളുടെ തുക 26 ആണ്. Their difference is 4. അത് തമ്മിലുള്ള വ്യത്യാസം 4 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദി നമ്പേഴ്സ്? ഏതൊക്കെയാണ് ആ സംഖ്യകൾ? അപ്പൊ ഓപ്ഷൻസ് തരാം. 10, 11, 12, 13, 14, 15, 15, 11. 16, 17, 18, 19, 20 പറ. ഇല്ല, അതിൽ ഏതൊന്ന് ശരിയാണ്. ഏതാണ് ശരി? 10, 11, 12, 13, 14, 15, 15, 11. ഏതാണ് കറക്റ്റ് ആൻസർ? 13. രണ്ട് ഉത്തരം ഉണ്ടാവും, എക്സും വൈയും ഉണ്ടാവും. അതായത് രണ്ട് സംഖ്യകളുടെ തുക എന്നാ പറയുന്നത്. 10, 11 ആണോ? 10, 11, 12, 13, 14, 15, 15, 11.
ഒരു പെയറാണ്, 2 സംഖ്യകൾ ഉണ്ടാവും. 10 11. അടിപൊളി. കൈ ഒന്നേ. ATRVCയുടെ ടാസ്കിന് വേണ്ടി എപ്പോഴോ റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ടാസ്ക് ഇതാണ്. ഉത്തരം തെറ്റിപ്പോയി. ആൻസർ വരുന്നത് 15 11 ആണ്. 15 11 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 26 കിട്ടും. അതുപോലെ അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അപ്പോ എക്സ്പ്രഷൻ ഇല്ലാതെ ഈ നാരങ്ങ കഴിക്കാൻ വേണ്ടി പോകണം. യെസ്, ഓഫ് കോഴ്സ്. എക്സ്പ്രഷൻ മുഖത്ത് പാടില്ല. ക്ലോസപ്പ് വരും. യെസ്. കഴിക്കണം. എക്സ്പ്രഷൻ പാടില്ല. അടിപൊളി. ഓക്കെ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? സൂപ്പർ ആയില്ലേ? അപ്പൊ ഇതേപോലെ ടാസ്കുകളായിട്ട് ഷമീം സാർ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ഒരാൾ കൂടി, ലാസ്റ്റ് മാനും കൂടി ഉണ്ട്. ഒരു ലാസ്റ്റ് മാനും ആരാണെന്നുള്ള അറിയാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പോയി നോക്കാം. യെസ്, കമോൺ. ഹരിജ മിസ് അല്ലേ ഇരിക്കുന്നത്? ഹരിജ മിസ് സുഖല്ലേ? അപ്പൊ ഇംഗ്ലീഷില് അടിപൊളിയാണ്, സൂപ്പറാണ്. ഫിസിക്സിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കിയാലോ? സിമ്പിൾ ചോദ്യം തരും. ഉത്തരം ശരിയായാൽ കുട്ടികളെല്ലാവരും എന്ത് ചെയ്യും? കൈയടിക്കും. ഗിഫ്റ്റ് ചോദിക്കരുത്. അഥവാ ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ ചെറിയൊരു ടാസ്ക് തരും. അത്രേ ഉള്ളൂ. അപ്പൊ ചോദ്യം ഇതാണ്: പാരാലിറ്റിക് സെക്കൻഡ് എന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? സിമ്പിൾ. കറക്കി കുത്താലോ? 4 ഓപ്ഷൻ തരാം. ഓക്കെ, മുഖം കണ്ടപ്പോഴേ മനസ്സിലായി ഉത്തരം അറിയില്ല. ഇനിയിപ്പോ കറക്കി കുത്തൽ മാത്രം ഓപ്ഷൻ ഉള്ളത്. ടൈം, മാസ്, ലെങ്ത്, ലൈറ്റ് സ്പീഡ്. ടൈം, മാസ്, ലെങ്ത്, ലൈറ്റ് സ്പീഡ്. ഏതാണ് കറക്റ്റ് ആൻസർ? എച്ച് സ്പീഡ് അല്ല. കറക്കി കുത്തിയതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോ ലെങ്ത് ആവാനാണ് സാധ്യത. ഉറപ്പിച്ച് ഇനി മാറ്റി പറയരുത്. ഉറപ്പല്ലേ? ലെങ്ത് ശരിയാണോ മക്കളെ? ഓക്കെ, അപ്പോ അടിച്ചു മോനെ. ലെങ്ത് കറക്കി കുത്തിയതാണെങ്കിലും കറക്റ്റ് ആൻസർ അരിജ മിസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മക്കളെ, എല്ലാരും ഉണ്ടല്ലോ. എങ്ങോട്ടാ? കഴിഞ്ഞല്ലേ? സാധാരണ ഞാനാണ് ചോദ്യം ചോദിക്കാറ്. തിരിച്ചു ആവാലോ, ഇങ്ങോട്ടേക്ക് ചോദിച്ചതല്ലേ. ഓക്കെ, അതായത് ഷമീം സാർ ഒരു 10 സെക്കൻഡ് കൊണ്ട് 1000 മീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ ഷമീം സാർ സഞ്ചരിച്ച വെലോസിറ്റി എത്രയാണ്? അതായത് 10 സെക്കൻഡ് കൊണ്ട് 1000 മീറ്റർ ഷമീം സാർ സഞ്ചരിക്കുകയാണെങ്കിൽ ഷമീം സാർ സഞ്ചരിച്ച വേഗത എത്രയാണ്? വേഗതയുടെ യൂണിറ്റ് എന്താണ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തില് എത്ര ബോൺസ് ഉണ്ട്? മുഗൾ സാമ്രാജ്യം ആരാണ്? മുഗൾ സാമ്രാജ്യം കിഷ്കിന്ധ നമ്മുടെ ശരീരത്തില്